തെറ്റ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലേ? ഒരു മദ്രസ ബുദ്ധിയാണ് ഇവർക്ക്. എത്ര പറഞ്ഞാലും ശരി, മുഹമ്മദ് നബിയുടെ ചിന്തകളുമായിട്ട് നടന്നാൽ എന്തോ ചെയ്യും? ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദിന്റെ ചിന്തയും 6-ാം നൂറ്റാണ്ടിലെ ഗോത്രപുസ്തകത്തിന്റെ സംസ്കാരവുമായി നടന്നാൽ ഇവർക്കൊക്കെ ഇങ്ങനെ ആകാനേ പറ്റൂ. ലിൻസർ കെവിൻ തമ്പുരാൻ, ഹായ്. എല്ലാവർക്കും ഹായ്. ഉറങ്ങാത്തത് കൊണ്ടായിരിക്കും ഇപ്പൊ വന്നിരിക്കുന്നത് എന്നറിയാം, അതുകൊണ്ട് ഉറങ്ങിയോ എന്ന ചോദ്യത്തിനോട് പ്രസക്തിയില്ല. ജർമ്മനി ശരിക്കും പറഞ്ഞാൽ കാക്കമാരെ കൊണ്ട് പാഠം പഠിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ നമ്മുടെ നാട്ടില് പലസ്തീൻ അഭയാർത്ഥികളെ ആരും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പലസ്തീൻ അഭയാർത്ഥികളെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യം സ്വീകരിച്ചില്ല എന്നതിന്റെ പേരിൽ ഇവർക്ക് പരാതിയുണ്ടോ? ഇവർക്ക് പരിഭവമുണ്ടോ? ലിൻസാറെന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വിരലിടുന്ന ആളായിരിക്കുമെന്ന്. കണ്ടില്ലേ ഇവന്റെയൊക്കെ സംസ്കാരം. ഇവര് പ്രതികരിക്കുന്ന അതേപോലെ തിരിച്ച് പ്രതികരിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് സംയമനം പാലിക്കണം. ഇവരൊക്കെ തന്തയ്ക്ക് വിളിച്ചാലും ശരി, നമ്മൾ കുറച്ച് ക്ഷമിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷെ ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ തിരിച്ചവന്റെ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും അതുപോലെ മരിച്ചുപോയ നബിയെയും ഒക്കെ പറയുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. ബാഡ് കമന്റുകൾ അവഗണിക്കുക എന്നാണ് നിസ ആറോ പറയുന്നത്. എല്ലാവരും അത് തന്നെയാ പറയാറുള്ളത്. നിൽക്കട്ടെ. ഇവിടെ ജർമ്മനിയിലെ അവസ്ഥയും സ്വീഡൻ അതുപോലെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇവരെ കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ലോക രാജ്യങ്ങൾ മുഴുവനും ഈ മുറിയന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഊരി വരാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോരോ രാജ്യത്തും വലിഞ്ഞു കയറി അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വാർത്തകളിലൂടെ വസ്തുതകൾ അറിയും. നമുക്കറിയാം, പാകിസ്ഥാൻ പോലും 15 ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പുറത്താക്കിയതായിട്ട് നമ്മൾ അറിഞ്ഞല്ലോ. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് എത്ര ഹമാസ് പ്രേമികൾ ആ അഭയാർത്ഥികൾക്ക് വേണ്ടി കണ്ണീര് വാർത്തിട്ടുണ്ട്. ആ അഭയാർത്ഥികളിൽ സ്ത്രീകളില്ലേ, കുട്ടികളില്ലേ, വൃദ്ധരില്ലേ, രോഗികളില്ലേ, ഗർഭിണികളില്ലേ, അവശരും നിസ്സഹായരുമില്ലേ? എന്തുകൊണ്ടാണ് ഇസ്രയേല്യർ അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് മാത്രം കണ്ട് ഗാസയിലെയും റാഫയിലെയും ജനതയ്ക്കു വേണ്ടി മാത്രം കരയുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഓൾ ഐസ് ഓൺ റാഫ? ശരിയെന്ന പാകിസ്ഥാനികൾ 15 ലക്ഷത്തിലധികം അഫ്ഗാൻ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ചവിട്ടി പുറത്താക്കിയ സമയത്ത് എന്റെ അഫ്ഗാനികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് ഇവരാരും ശബ്ദമുയർത്തിയില്ല. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, നമുക്കറിയാം അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം. ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അഭേദ്യമായ സൗഹൃദത്തിന്റെയും മതബന്ധത്തിന്റെയും ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ താലിബാനികൾ ഭരണം പിടിച്ച ഉടനെ തന്നെ അവിടെ നിന്ന് ഏറ്റവും ആദ്യം പെട്ടിയും കിടക്കയും കുട്ടികളെയും പറക്കിക്കൊണ്ട് ഓടേണ്ടി വന്നത് ആ നാടിന്റെ സന്തതികളായ അഫ്ഗാനികളായിരുന്നു. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു. അതിന് പ്രതികാര നടപടി എന്ന വണ്ണമാണ് 15 ലക്ഷം ആളുകളെ പുറത്താക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്.
അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാൻ വിടാനുള്ള സമയപരിധി വരെ അവർ 1 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു കൊടുത്തു. 2 ലക്ഷത്തിലധികം അഫ്ഗാനികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു ഒരാഴ്ച കൊണ്ട്. കാരണം അവരോട് കടക്കാൻ ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിനോടകം തന്നെ അവർ പാകിസ്ഥാൻ വിട്ടിട്ടില്ലെങ്കിൽ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞതുപോലെ അഫ്ഗാനികൾ നാമാവശേഷമായി തീരും എന്ന യാഥാർത്ഥ്യം അഫ്ഗാനികൾക്കറിയാം. അതുകൊണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അവർ. ഇവര് മനുഷ്യരല്ലേ? എന്തേ ഇവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി ഇവിടെ ആരും ശബ്ദമുയർത്താത്തത്? എതിർഭാഗത്ത് ഇസ്രയേൽ വരണം അല്ലേ? യമനികളും സൗദികളും തമ്മിൽ പ്രശ്നമുണ്ടാക്കിയാൽ ഇവിടെ പ്രശ്നമില്ല. നൈജീരിയക്കാർക്കെതിരെ ഈ മുസ്ലിം തീവ്രവാദികള് കൊലപാതകങ്ങൾ നടത്തിയാൽ ഇവിടെ പ്രശ്നമില്ല. ഐസിസുകാര് കുർദികളെയും യസീദികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ ഇവിടെ പ്രശ്നമില്ല. സൗദികളിൽ ലക്ഷക്കണക്കിന് യമനികളെ കൊന്നൊടുക്കിയാൽ ഇവിടെ കണ്ണീരുകളില്ല, ഐക്യദാർഢ്യമില്ല, പിന്തുണകളില്ല. അപ്പോ ശരിക്കു പറഞ്ഞാൽ അവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള പിന്തുണയല്ല, എതിർഭാഗത്ത് ആര് വരുന്നു എന്നത് നോക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ പിന്തുണ, അല്ലെ? പാകിസ്ഥാന്റെ ഈ 15 ലക്ഷം ആളുകളെ പുറത്താക്കാനുള്ള നടപടിയെ വിമർശിച്ച് അഫ്ഗാൻ സർക്കാർ വക്താവായ ബിലാൽ കരീമി രംഗത്ത് വന്നു. കാരണം ഈ 15 ലക്ഷം ആളുകൾ ഇനി പോകുന്നത് എവിടേക്കാ? അഫ്ഗാനിലേക്കാ. അഫ്ഗാൻ ഭരിക്കുന്നതാരാ? താലിബാനികൾ. അപ്പൊ എങ്ങനെയും ഈ 15 ലക്ഷം ജനത ഇങ്ങോട്ട് വരുന്നതിനെ തടയൽ അഫ്ഗാന്റെ ആവശ്യമാണ്. ഇതിനെ അനീതി എന്നാണ് അഫ്ഗാൻ സർക്കാർ വിശേഷിപ്പിച്ചത്. എന്തിന്? അഫ്ഗാനികളുടെ നാടല്ലേ അത്? അവരുടെ നാട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നതിന് ഇവർക്ക് എന്താ? ഒരു രൂപത്തിലും അവഗണിക്കാൻ കഴിയാത്ത അനീതിയാണിതെന്നും ആളുകളെ നിർബന്ധിതമായി പുറത്താക്കുന്നത് അയൽപ്പക്കത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണ് എന്നാണ് ബിലാൽ കരീമി അന്ന് പറഞ്ഞത്. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുന്നതിനെ ഇവരെന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? 15 ലക്ഷം ആളുകൾ ആ രാജ്യത്ത് നിന്ന് ഒഴിവായാൽ അത്രയും പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടി. ഭൂരിഭാഗം അഫ്ഗാനികളും സ്വമേധയാ രാജ്യം വിടുകയാണ് എന്നായിരുന്നു പാകിസ്ഥാൻ വാദിച്ചത്. കാരണം നിർബന്ധിച്ച് നമ്മൾ ഓടിച്ചു വിടുവാണെന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടുപോകില്ലേ? 1970കളുടെ അവസാനത്തിലും 80കളിലുമായി സോവിയറ്റ് അധിനിവേശത്തെ തുടർന്ന് 10,000 അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉണ്ടായ വലിയ ഒരു ആക്രമണത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാനെ US ആക്രമിച്ചു. അതിനുശേഷമാണ് കൂടുതൽ പലായനം സംഭവിച്ചത്. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരമേറ്റതിനു ശേഷം 6 മുതൽ 8 വരെ ലക്ഷം അഫ്ഗാനികളാണ് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു എന്ന ഔദ്യോഗികമായ കണക്കുകൾ. അതുവരെ ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം വേണം, ഇസ്ലാമിക ഭരണത്തിന് കീഴിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ, അള്ളാഹുവിന്റെ ഭരണഘടനയായിരിക്കണം, അള്ളാഹുവിന്റെ നിയമമായിരിക്കണം. അതിനുവേണ്ടി തെരുവിലിറങ്ങി തെരുവുകൾ കത്തിക്കുകയും സാധാരണക്കാരനെ അടിച്ചു കൊല്ലുകയും ചെയ്ത് സമാധാന മതവും സമാധാന ഭരണവും സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ അക്ഷരങ്ങളിൽ കുടുങ്ങിക്കിടന്ന് അതിലെ കുത്തിനും കോമയ്ക്കും പോലും മാറ്റമില്ലാതെ അതേ നിയമത്തിനു വേണ്ടി താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് എന്തിനാ ഓടി രക്ഷപ്പെടുന്നത്? ആ നിയമത്തിനു വേണ്ടിയല്ലേ ഇതുവരെ ഇവര് നിലകൊണ്ടത്? സർക്കാരിന്റെ കണക്കനുസരിച്ച്, അതായത് പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഒക്ടോബർ 31-ാം തീയതിക്ക് മുമ്പ് രാജ്യത്ത് നിന്ന് ഏകദേശം 40 ലക്ഷം കുടിയേറ്റക്കാരുണ്ടായിരുന്നു. അവരിൽ ഏകദേശം 38 ലക്ഷം ആളുകൾ അഫ്ഗാനികളാണ്. ഇവരിൽ 22 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് സർക്കാർ അംഗീകരിച്ച രേഖ കൈവശമുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അനധികൃതമായ കുടിയേറ്റക്കാരാണ്.
1996 അഫ്ഗാനിലെ അധികാരം പിടിച്ച താലിബാനെ 2001 US സഖ്യസേന പുറത്താക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം 2021 US സേന പിന്മാറിയതോടുകൂടി ഇരട്ടി ശക്തിയോടുകൂടി താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തി. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സേനയുടെ പിന്മാറ്റത്തിന് പിന്നാലെ ജനാധിപത്യ സർക്കാരിന്റെ തകർച്ചയെ തുടർന്ന് താലിബാൻ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയതിനെ പാകിസ്ഥാൻ പിന്തുണച്ചു. പണി വന്ന വഴി ഇങ്ങനെയാ. താലിബാന്റെ പുനർജീവനത്തിന് സഹായം നൽകിയെന്ന് കരുതപ്പെടുന്ന പാക് ജനറൽമാരുടെ വിജയവും ഇതിൽ ഏറെ വിമർശിക്കപ്പെട്ടു. കാബൂളിന്റെ അവസ്ഥ നമുക്കറിയാം. കാബൂൾ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ അവസ്ഥ ഇന്ന് നമുക്കറിയാം. താലിബാൻ അഫ്ഗാൻ പിടിച്ചെടുത്തതിന് ശേഷം അവിടത്തെ ലൈംഗിക അരാജകത്വം മാധ്യമങ്ങളിലൂടെ കണ്ടവരാണ് നമ്മൾ. താലിബാന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവ് കൂടിയാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി അധികാരമേറ്റ സമയത്ത് താലിബാനെ അംഗീകരിച്ച 3 രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. പിന്നീടുണ്ടായ യുദ്ധത്തിന് ശേഷമാണ് US സൈന്യം അഫ്ഗാനിസ്ഥാനിൽ എത്തിയത്. അതോടുകൂടി താലിബാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ച അവസാന രാജ്യവും പാകിസ്ഥാനാണ്. താലിബാനിൽ ചേർന്ന നിരവധി അഫ്ഗാനികൾ പാകിസ്ഥാനിൽ മദ്രസ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. 2021 തോന്നുന്നു അഫ്ഗാനിസ്ഥാനിൽ രൂപീകരിച്ച പുതിയ താലിബാൻ സർക്കാരിന്റെ തലവനായ US ഉപരോധ പട്ടികയിൽ മുഹമ്മദ് ഹസൻ അക്കുന്ദ് എന്ന വ്യക്തി പാകിസ്ഥാനിലെ ഒരു മതപാഠശാലയിൽ പഠിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പൊ നിലവില് 2 രാജ്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. താലിബാനുള്ള എല്ലാ സഹായങ്ങളും പിൻവലിക്കുകയും താലിബാൻ നേതാക്കൾക്കുള്ള പ്രത്യേക പരിഗണന റദ്ദാക്കുകയും താലിബാനും രാജ്യാന്തര സമൂഹത്തിനും ഇടയിലുള്ള മധ്യസ്ഥം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പാകിസ്ഥാന്റെ ഡിക്ലറേഷൻ വന്നത്. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് മതസംഘടനകൾ കുറച്ചെത്തുമ്പോഴേക്ക് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതാണ് ഇത്രയും ഒരു 15 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കുന്നതിലേക്ക് പാകിസ്ഥാനെ നയിച്ചത്. പിന്നെ പാകിസ്ഥാൻ ഇത്തരം ഒരു നടപടി എടുക്കാൻ, ഇത്തരം ഒരു നിലപാടെടുക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ പുറപ്പെടുവിച്ച ഈ ഒരു പുറത്താക്കൽ ഉത്തരവ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം രൂക്ഷമായ രൂപത്തിൽ വഷളായി. സമീപകാലങ്ങളിൽ പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചതിന് പിന്നാലെ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ പിടിച്ചു തുടങ്ങി. പാകിസ്ഥാനിൽ ചെന്ന് അവിടത്തെ പാകിസ്ഥാനിൽ അല്ലെങ്കിലേ സമാധാനമില്ല. പാകിസ്ഥാന്റെ സമാധാനം തകർത്ത് അവിടെ അക്രമങ്ങൾ, ബലാത്സംഗങ്ങൾ, പിടിച്ചുപറികൾ, കൊലപാതകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പറയാനുണ്ടോ? തന്നെയുമല്ല, ആരാണ് ഈ കൊലപാതകവും ബലാത്കാരവും ഒക്കെ ചെയ്യുന്നത്? അനധികൃതമായി, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറാൻ മതിയായ രേഖകളില്ലാത്ത ആയിരക്കണക്കിന് അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്താനും പാകിസ്ഥാനെ പ്രേരിപ്പിച്ചു. അനധികൃതമായ കുടിയേറ്റക്കാരായ അഭയാർത്ഥികളെ നാടുകടത്താനുള്ള തീരുമാനം ഉടനടി പ്രഖ്യാപിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായി. പാകിസ്ഥാനിൽ ചെന്നിട്ട് ഈ അഫ്ഗാൻ മുറിയന്മാർ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഉണ്ടോ? ഇവർക്ക് തുല്യം നിൽക്കുന്ന ആളുകൾക്കിടയിൽ മതിയായ രേഖകളില്ലാതെ വലിഞ്ഞു കയറി ചെന്ന് ആ രാജ്യത്ത് അക്രമം അഴിച്ചുവിടാൻ ഇവർക്ക് കഴിയുമെങ്കിൽ ജർമ്മനിയുടെയോ ഇറ്റലിയുടെയോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ, ഫ്രാൻസ്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? അപ്പോ പാകിസ്ഥാന്റെ ഇടക്കാല ആഭ്യന്തരമന്ത്രിയുണ്ട് സർഫറാസ് ഗുഫ്തി. അദ്ദേഹമാണ് ഈ രാജ്യത്ത് നിന്ന് ഈ
ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന 24 ചാവേർ ബോംബാക്രമണങ്ങളിൽ 14 നടത്തിയത് അഫ്ഗാൻ പൗരന്മാരാണ് എന്ന് തെളിയിച്ചു. അഫ്ഗാൻ പൗരന്മാരുടെ അവസ്ഥ എന്താ? ഇത് തന്നെയാണ് അവരുടെ രീതി. പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് അവരെ നാടുകടത്തൽ അനിവാര്യമാണ് എന്ന് പാകിസ്ഥാൻ കെയർടേക്കർ പ്രധാനമന്ത്രി അൻവറുൽ ഹക്ക് കകാറും വാദിച്ചു. 2021 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചെന്നും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ 60%, ചാവേർ ബോംബാക്രമണത്തിൽ 500% വർധനവുണ്ടായി എന്നാണ് കകാർ ചൂണ്ടിക്കാണിച്ചത്. ഇരുമ്പ് നിക്കറിടുക, സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ വെച്ച് കെട്ടുക, പൊട്ടിത്തെറിക്കുന്നത്. എവിടെ പൊട്ടിത്തെറിക്കുന്നത്? പള്ളിയിൽ ആരാ ഉള്ളത്? മുറിയന്മാര്. ഇവിടെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അംഗീകരിക്കുന്നില്ല. നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ മതം ഒന്നാണ്, ഇവരുടെ ആദർശം ഒന്നാണ്, ആശയം ഒന്നാണ്, ഗ്രന്ഥം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്, പ്രതീക്ഷയും പ്രത്യാശയും ഒന്നാണ്, ലക്ഷ്യം ഒന്നാണ്, ഉദ്ദേശം ഒന്നാണ്. പിന്നെ ഏത് വിഷയത്തിലാണ് ഇവർ പരസ്പരം തമ്മിലടിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. പാകിസ്ഥാനിലെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ ഉത്തരവാദിയല്ലെന്നും തങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും താലിബാൻ പ്രസ്താവന പുറപ്പെടുവിച്ചു. സ്വന്തം രാജ്യത്ത് നിന്നാണ് അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് പോയത്. എന്നാ പിന്നെ അവരെ ഇങ്ങോട്ട് സ്വീകരിച്ച് അവർക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്താൽ പോരെ? ആ രാജ്യത്ത് തന്നെ അവർക്ക് ഈ അക്രമങ്ങളൊക്കെ കാണിച്ച് ജീവിക്കണമെന്ന് എന്താ അഫ്ഗാനിസ്ഥാൻ താലിബാനികൾക്ക് അഫ്ഗാനിൽ ഇത്ര നിർബന്ധം? അഭയാർത്ഥികളെ പുറത്താക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായ മുല്ല മുഹമ്മദ് ഹസൻ അക്കുന്ത് പറഞ്ഞു. അപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ആളുകളല്ലേ, അഫ്ഗാനികളല്ലേ, ഇത് അങ്ങ് സ്വീകരിച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ പുറത്താക്കേണ്ട കാര്യവുമില്ല, അവര് വലിഞ്ഞു കയറി വരേണ്ട കാര്യവുമില്ല. പാകിസ്ഥാൻ താലിബാൻ എന്നും അറിയപ്പെടുന്ന തെഹ്രിക്കെ താലിബാൻ എന്ന ഒരു വിഭാഗമുണ്ട്, TTP. അവര് പാകിസ്ഥാനാണ്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകാനുള്ള പ്രധാന കാരണം ഈ TTP-കാരാണ്. താലിബാനോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്ന ആളുകളാണ് TTP. അതായത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം അങ്ങനെ തന്നെ പാസ്സാക്കണം, പെണ്ണ് പഠിക്കണ്ട, പെണ്ണ് വെറും പേറിയന്ത്രം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് TTP. താലിബാനികളും അങ്ങനെ തന്നെയാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ടുപേരുടെ വിശ്വാസങ്ങൾ ഒത്തുപോകുന്നത് തന്നെയാണ്. താലിബാനികളുടെ നിയമങ്ങൾ കുത്തും കോമയും അടക്കം പിൻപറ്റുന്ന TTP-യുടെ വരവാണ് പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിക്കാൻ കാരണമായത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. 2007 സ്ഥാപിതമായ TTP താലിബാന്റെ വരവോടുകൂടി ശക്തി പ്രാപിച്ചു. പാകിസ്ഥാൻ സൈനികര്, ISI, പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ എതിരെ ആക്രമണം ശക്തമാക്കി. വർദ്ധിച്ചു വരുന്ന ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ താലിബാനിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ടു. വെടിനിർത്തലിന് താലിബാൻ മധ്യസ്ഥത വഹിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. ഇവർക്കറിയാം ഇവരുടെ രീതികൾ. ഹമാസും ഇസ്രായേലും തമ്മിൽ ഒത്തുപോകത്തില്ല. കാരണം ഒന്ന് മാനവികതയുടെ പക്ഷം നിൽക്കുന്ന ഇസ്രായേലാണ്, മറുപക്ഷത്ത് മതത്തിന്റെ പക്ഷം നിൽക്കുന്ന ഹമാസാണ്. ഇതങ്ങനെയല്ല, രണ്ടുപേരും തണ്ടിനുമുണ്ട് പറയുന്നവരാണ്. വെട്ടൊന്ന് തുണ്ടം രണ്ട്. അപ്പൊ അവർക്ക് പരസ്പരം പറ്റും. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം ഈ വാർത്ത നോക്കി. കഴിഞ്ഞ ഇടയ്ക്കാണ് പഞ്ചാബ് പ്രവിശ്യയിലെ മിയാൻ വാലിയില് പാകിസ്ഥാൻ വ്യോമസേനാ താവളത്തിൽ ആക്രമണം നടത്തിയ TTP 3 വിമാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയത്. ഭൂരിഭാഗം TTP ആക്രമണങ്ങളും നടന്നത് ഖൈബർ പഷ്തൂൺക, ബലൂചിസ്ഥാൻ എന്നീ ഭാഗങ്ങളിലാണ്. ഇവരൊക്കെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാടുകളാണ്. TTPക്ക് അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിതമായ താവളങ്ങൾ ഉണ്ടെന്നും പാക് സുരക്ഷാ സേനകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്രമണം നടത്താൻ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഉപയോഗിക്കുന്നെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ അധികൃതർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. 2007 മുതൽ 2014 വരെ
പാകിസ്ഥാനും താലിബാനും മറ്റു ഗ്രൂപ്പുകളും ഒക്കെ വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനില് ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുമിച്ച് നിന്നിട്ട് അന്ന് അവര് ചങ്കായിരുന്നു, മച്ചാനും അളിയനുമായിരുന്നു. 2014 പെഷവാർ സ്കൂൾ കൂട്ടക്കൊലയുണ്ട്. 6 തോക്കുധാരികൾ 140ഓളം ആളുകളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം പെഷവാർ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. അതിനുശേഷമുള്ള വർഷങ്ങളില് TTPയുടെ പുതിയ നേതാവ് നൂർവാലി മെഹസൂദ് എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാൻ താലിബാനെ വേറെ ഒരു രൂപത്തിലേക്ക് ആവിഷ്കരിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നേടിയ വിജയം TTPക്ക് കൂടുതൽ കരുത്ത് പകർന്നു. അഫ്ഗാനിലെ താലിബാൻ സർക്കാരിന് സമാനമായ ഒരു ഭരണ സംവിധാനം പാകിസ്ഥാനിലും സ്ഥാപിക്കാനാണ് TTPയുടെ ശ്രമം. പാകിസ്ഥാനിലുടനീളമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ 80% വർദ്ധിച്ചത് ഈ TTPയുടെ ഉദയത്തോടു കൂടിയാണ്. നമ്മുടെ നാട്ടിലെ PFI പോലെ എവിടെ എന്ത് രൂപത്തിലുള്ള ഭീകരാക്രമണം നടന്നാലും അവിടെ ഒരു മലയാളിയുടെ കരങ്ങൾ ഉണ്ടാകാറില്ലേ? അതുപോലെ പാകിസ്ഥാനിലോ അഫ്ഗാനിലോ ഏത് രൂപത്തിലുള്ള ആക്രമണം നടന്നാലും അതിന്റെ പിന്നിൽ TTPയുടെ കരങ്ങൾ ഉണ്ടാകും. 100 കണക്കിന് ആക്രമണങ്ങളാണ് TTP നടത്തിയത്. അഫ്ഗാൻ സർക്കാർ TTPയെ നിയന്ത്രിക്കുന്നില്ല എന്ന് കഴിഞ്ഞ മാസങ്ങളിലാണ് പാകിസ്ഥാൻ നേതൃത്വം പരസ്യമായി കുറ്റപ്പെടുത്തിയത്. ഇതെവിടെയാണോ ഉദയം ചെയ്തത് അവിടെ തന്നെ പിന്നീട് വലിയ രൂപത്തിൽ പണ്ടാരോടങ്ങി. ആ നാടിന്റെ സമാധാനം തന്നെ ഇവർ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അഫ്ഗാന് മനസ്സിലായി, ഇവരെ ഇങ്ങനെ വിട്ടാലേ TTP അഫ്ഗാൻ ചുട്ട് ചാരമാക്കുമെന്ന് മനസ്സിലായി. TTPയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു. അതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US പെട്ടെന്നുള്ള പിൻവാങ്ങലും നടന്നു. പാകിസ്ഥാൻ ഭാഗികമായി തകർന്നു പോയി. അതിനുശേഷമാണ് ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും ഒക്കെ പിടിച്ചെടുക്കാൻ TTPക്ക് കഴിഞ്ഞത്. TTPയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ അഫ്ഗാനെ അതിന് നിർബന്ധിച്ചു. പക്ഷേ അഫ്ഗാൻ മൈൻഡ് ചെയ്തില്ല. അതോടെ അഫ്ഗാനിസ്ഥാൻ ഒരു പണി കൊടുക്കുക എന്ന ഉദ്ദേശം പാകിസ്ഥാന്റെ മനസ്സിൽ വന്നു. അങ്ങനെ പാകിസ്ഥാനികൾ നമ്മുടെ നാട്ടിലെ വല്ലാതെ ജീവിക്കണ്ട, അവരങ്ങ് പൊയ്ക്കോട്ടെ. അങ്ങനെയാണ് ഈ 15 ലക്ഷം ആളുകളെ പുറത്താക്കാൻ പാകിസ്ഥാൻ തീരുമാനിക്കുന്നത്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്താ? നമ്മുടെ നാട്ടിൽ SDPIയും പോപ്പുലർ ഫ്രണ്ടും ചെയ്യുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയും ലീഗും ചെയ്യുന്നത് എന്താ? മതപരമായി മനുഷ്യനെ വിവേചിക്കാൻ, വിഭജിക്കാൻ, 2 ചേരികളിൽ സഞ്ചരിക്കാൻ, മതത്തിന്റെ പേരിൽ 2 വിഭാഗങ്ങൾ തമ്മിലടിക്കാൻ വഴിയൊരുക്കുന്നു. നമുക്കറിയാം ആസാമിലെ പ്രക്ഷോഭം. ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ആരായാലും ശരി, അവരുടെ പൗരത്വം അവർക്ക് തെളിയിക്കാൻ കഴിയണ്ടേ? അതിന് സാധിക്കാത്ത 20 ലക്ഷം ആളുകളെയും ആസാമിൽ നിന്ന് ഓടിക്കാനാണ് പുതിയ തീരുമാനം. അതിലെ 13 ലക്ഷം ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ കലാപം. 13 ലക്ഷം ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുത്ത് നിലനിർത്തിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് വീണ്ടും തീവ്രവാദം വളരില്ലേ? ഇങ്ങനെ മതപരമായ രൂപത്തിലൊരു വിവേചനം അനിവാര്യമാണോ? അതും സ്വതന്ത്ര ഭാരതത്തില്. ആസാമിലെ ജനങ്ങളോട് പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെട്ട 1971 അതിന്റെ കാരണവും നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. 70 പാകിസ്ഥാനിൽ, അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെട്ട രാജ്യമായിരുന്നല്ലോ അന്ന് പാകിസ്ഥാൻ. ജനാധിപത്യ രീതിയിൽ നടന്ന ഇലക്ഷനില് കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്, അവിടെ നിന്നുള്ള അവാമി ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഭൂരിപക്ഷം നേടിയത്. 300 സീറ്റിൽ നടന്ന ഇലക്ഷനിൽ 160 സീറ്റും നേടി. ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അവാമി ലീഗ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. കറുത്ത് കുറുകിയ ബംഗാളികൾ ഞങ്ങളെ ഭരിക്കുകയോ എന്നാണ് അവർ ചോദിച്ചത്. പാകിസ്ഥാന്റെ വംശീയമായ ബോധം ഉണർന്നു പ്രവർത്തിച്ചു. ഷെയ്ഖ് മുജീബ് റഹ്മാൻ അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവരെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഭരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ തെരുവിലിറങ്ങി.
പാകിസ്ഥാനികളോടും അഫ്ഗാനികളോടും ബംഗ്ലാദേശികളോടും കളിക്കുമ്പോൾ സൂക്ഷിക്കണം, അവർ കഴുത്തങ്ങു കൊണ്ടുപോകും. ഇതിനെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പാകിസ്ഥാന്റെ സൈനിക നീക്കം തുടങ്ങി. പാകിസ്ഥാനിൽ നിന്ന് യാത്രാ വിമാനത്തിൽ ബംഗ്ലാദേശിലേക്ക് സൈനികരെ ഇറക്കി. ഇതറിഞ്ഞ ഇന്ത്യ നമ്മുടെ ആകാശത്തിലൂടെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് പറക്കാൻ അനുവാദം നിഷേധിച്ചു. ബംഗ്ലാദേശ് വിമോചനം ആവശ്യപ്പെട്ട് ഒരു കൂട്ടരൊഴികെ ബംഗ്ലാദേശിലെ മുഴുവൻ ജനങ്ങളും തെരുവിലിറങ്ങി. ആ ഒരു കൂട്ടരാരാണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമി. അവരാഗ്രഹിച്ചത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് അവർക്ക് പരിസ്ഥിതി പ്രേമം, ദളിത് പ്രേമം, മതസൗഹാർദ്ദം, മാനവ മൈത്രി ഇതൊക്കെ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നില്ലേ? ഇതെന്തിനാണെന്നറിയാമോ? ഈ മതേതരത്വത്തിന്റെ കാപഠ്യമാകുന്ന മൂടുപടമെടുത്ത് ഇവർ അണിയുന്നത്. ജമാഅത്ത് സോളിഡാരിറ്റി ടീമുകളെ കുറിച്ച് അറിയണമെങ്കിൽ ബംഗ്ലാദേശിൽ ഇവർ നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻകാരനായ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി എന്ന വ്യക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന സ്ഥാപിക്കുന്നത്. ഇന്റൻഷൻ ചിന്തിച്ചാൽ മതി. മൗദൂദിക്ക് കൂറാരോടായിരുന്നു? പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തോട് മാത്രമാണ്. അതുകൊണ്ടാണ് മൗദൂദിക്ക് പാകിസ്ഥാനോട് പ്രേമമുള്ളിടത്തോളം ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയോട് കൂറ് കാണിക്കാതിരിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ മൗദൂദികൾ എന്ന് വിളിക്കാൻ കാരണവും അവർക്ക് മൗദൂദി കഴിഞ്ഞേ മറ്റെന്തുമുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനി എന്ന് പറഞ്ഞാൽ ഒരു വികാരമായിരുന്നു. ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ, സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങ് അയ്യോ അലിഞ്ഞു ചേരുമായിരുന്നു. പിന്നീടാണ് ബംഗ്ലാദേശിൽ കണ്ടത് ആധുനിക ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ വംശീയ ഉന്മൂലനം. അനൗദ്യോഗികമായി 10 മുതൽ 30 ലക്ഷം വരെ പച്ചയായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. 5 ലക്ഷത്തോളം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി. അന്ന് നമ്മുടെ നാട്ടിലെ ഇന്ന് ഓൾ ഐസ് ഓൺ റാഫ എവിടെ പോയിരുന്നു ഇവരൊക്കെ? ഇസ്രായേലിന്റെ നരഹത്യ എവിടെ പോയിരുന്നു? താലിബാൻ വിസ്മയം എവിടെ പോയിരുന്നു ഇവരൊക്കെ? ഹമാസ് പോരാളികൾ. എന്തുകൊണ്ടാണ് ശക്തമായി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച് ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള തെളിവുകളുമായി നിലനിൽക്കുന്നതെന്നറിയാമോ? ഇതാണ് കാരണം. ഹാരിസേ, ഈ യുക്തി ചിന്ത എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിന്റെ മമ്മദിന്റെ ചിന്ത അല്ലടാ അടിച്ചേൽപ്പിച്ചു കൊടുക്കാൻ. അവൻ എഴുതിയേക്കുവാണ്, നീയെ ആദ്യം തന്നെ നിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിയോ, നീ നിന്റെ വീട്ടിലെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കല, ശരി, വെപ്പാട്ടിയാണല്ലേ, ഞങ്ങൾ അങ്ങനല്ലാട്ടാ, ശരി, അവനോട് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം നീ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. പിന്നെ നിന്നെ പോലുള്ള വിഡ്ഢികൾ പറഞ്ഞത് ആരും നീ അപ്പൊ വിഡ്ഢിയാണോ? നീ എന്തിനാണ് എന്റെ ലൈവിൽ വന്നത്? നിന്നെ ഇവിടെ ആരടാ വിളിച്ചത്? നിന്നെ ഇവിടെ ആരടാ വിളിച്ചത്? അപ്പോ ഹാരിസെ, വീട്ടിലുള്ള എല്ലാവരും വെടികളാണ് എന്ന് നീ തന്നെ പറയുന്നു. എന്താ പറയുന്നത്? എന്നെ പോലെയോ? നിന്റെ ഉമ്മയെ പോലെയുള്ള വെടികളോ? ആ ശരി, അപ്പൊ ഉമ്മ വെടിയാണെങ്കിൽ നീ വെടിച്ചിട മോളാണല്ലേ, മോനാണല്ലേ, ശരിയെന്നാ. എടാ, മദ്രസകളിൽ നിന്ന് പഠിക്കുന്ന നിന്റെയൊക്കെ സംസ്കാരമുണ്ടല്ലോ, ഇങ്ങനെയേ വരൂ. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇതിനകത്ത് ആളുതാമസമുള്ള ആളുകൾ വരുന്നുണ്ട് തലയിലെ, അവർക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോ ഈ യുക്തിവാദം എന്ന് പറയുന്നത്, യുക്തിചിന്ത എന്ന് പറയുന്നത്
നിങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം മുഹമ്മദ് പഠിപ്പിക്കുന്നത് പോലെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയടാല ഇലാഹ ഇല്ലല്ലാ, അതല്ല. അവർക്ക് അവരുടെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഞമ്മന്റെ മതത്തിന് മാത്രമാണ് ആ പ്രത്യേകത. കഴുത്തിൽ കത്തി വെച്ചിട്ടായിരുന്നാലും വേണ്ടില്ല, ഞമ്മന്റെ മതത്തിലേക്ക് എല്ലാവരെയും ആക്കി മാറ്റണം. ഇവിടെ അത് പറ്റില്ല. നിൽക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ മുക്തി ബാഹിനി എന്ന പേരിൽ രൂപം കൊടുത്ത ഒരു ഗറില്ല സേന പാകിസ്ഥാൻ സൈന്യത്തോട് പൊരുതി. ആ സമയത്ത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ റസാക്കർ അഥവാ വോളണ്ടിയർ എന്ന പേരിൽ പാകിസ്ഥാൻ സൈനികരെ ബംഗ്ലാദേശിൽ കൊണ്ടു നടന്ന് കൊല്ലാനുള്ള ബംഗാളികളെ കാണിച്ചു കൊടുത്തു. അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരുപാട് ആളുകളെ അവരങ്ങ് കൊന്നു. അതോടെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ടായി. ഈ അഭയാർത്ഥി പ്രവാഹത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇന്ത്യയും ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചു. 1971 ഈ യുദ്ധം കാരണം ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് NRCയിൽ 1971 മുമ്പ് ഇന്ത്യയിൽ താമസിച്ചവർ അത് തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത്. തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് ഇത് മനസ്സിലാകും. 71 അഭയാർത്ഥികളാണോ അല്ലേ ഇവർ എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖ. ഇന്ന് NRCക്കെതിരെ പ്രതിഷേധവുമായി മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമികൾ. ബംഗ്ലാദേശിൽ അഭയാർത്ഥികൾ ഉണ്ടാകാൻ കാരണം ഇവരാണ് എന്നത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. 2010 മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഭരണത്തിൽ വന്ന സമയത്ത് രൂപീകരിച്ച ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ യുദ്ധ കുറ്റവാളി എന്ന് കണ്ടെത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ വിചാരണ പോലും ചെയ്യാതെ കൊന്നുകളഞ്ഞു, തൂക്കിക്കൊന്നു അവരെയൊക്കെ. മനസ്സിലായ? അസിസ്റ്റന്റ് അമീർ അബ്ദുൽ ഖാദർ മുല്ല എന്നറിയപ്പെട്ടിരുന്നത് തന്നെ മിൻപൂരിലെ കശാപ്പുകാരൻ എന്ന പേരിലായിരുന്നു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അഭ്യുതകാംക്ഷികളാകുന്ന ഫാൻസുകാർക്ക് തിരിയില്ല. മുഹമ്മദ് ഖമർ സമാൻ, അബ്ദുൽ ഖാദർ മൊല്ല, അലി അഹ്സൻ മുജാഹിദീൻ എന്നൊക്കെ പ്രധാനപ്പെട്ട ജമാഅത്ത് നേതാക്കളെ തൂക്കിലേറ്റി അന്നത്തെ ജനതയോട് നീതി പുലർത്തുകയാണ്, ചരിത്രത്തോട് നീതി പുലർത്തുകയാണ് ഷെയ്ഖ് ഹസീന ചെയ്തത്. കേരള ജമാഅത്ത് ഇസ്ലാമിയും മാധ്യമവും പത്രവുമൊക്കെ ഇവരെ രക്തസാക്ഷികളാക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ഹമാസ് എന്താണ്? ഇവർക്ക് പോരാളികൾ അല്ല, ഹമാസ് പോരാളികളാകുന്നതും താലിബാൻ വിസ്മയമാകുന്നതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇതാണ് കാരണം. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രേമമാണ് കാരണം. ഇപ്പൊ ജർമ്മനി പാഠം പഠിച്ചു. അഭയാർത്ഥികളുടെ നാടുകടത്തൽ നടപടി വേഗത്തിലാക്കണമെന്നാണ് ജർമ്മനി പറയുന്നത്. അഭയാർത്ഥികളെ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള നിയമം ജർമ്മൻ പാർലമെന്റ് പാസാക്കി ഓരോ ഭാഗത്തു നിന്നും ചെവിക്ക് പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? ജർമ്മൻ പാർലമെന്റ് ഈ നിയമം പാസാക്കുന്നതിന് കാരണം ജർമ്മനിക്ക് സമാധാനം വേണമെന്നാണ് അവർ പ്ലക്കാർഡ് പിടിച്ച് പറയുന്നത്. അഭയാർത്ഥികളുടെ സെൽഫോൺ വിവരങ്ങൾ വരെ പരിശോധിക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് അടക്കമുള്ള വ്യവസ്ഥകൾ, പുതിയ നിയമങ്ങളൊക്കെ, പെട്ടെന്നുള്ള നടപടി ഭേദഗതികളൊക്കെ പാസാക്കി ജർമ്മനി. രാജ്യത്ത് തങ്ങാൻ അനുമതി ലഭിക്കാത്ത ആളുകൾ അനുമതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞും സ്വന്തം രാജ്യത്തേക്ക് പോകാൻ കൂട്ടാക്കാത്ത ആളുകളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്ന ആളുകൾ, ഇവർക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കുന്ന വ്യവസ്ഥകളാണ്
ജർമ്മനി പാസ്സാക്കിയിട്ടുള്ളത്. ജർമ്മനി പൊറുതി മുട്ടിയിരിക്കുന്നു ഇവര് കാരണം. നാട് കടത്താൻ വിധിക്കപ്പെട്ടവരെ ഡിറ്റൻഷൻ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കാവുന്ന പരമാവധി ദിവസങ്ങൾ 4 ദിവസത്തിൽ നിന്ന് 10 ദിവസമാക്കി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അപകടകാരികളാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന അഭയാർത്ഥികളുടെ നാടുകടത്തൽ വൈകിയാൽ അവരെ ഇലക്ട്രോണിക് നിരീക്ഷണത്തിന് വിധേയരാക്കണമെന്നാണ് ഇപ്പോൾ ജർമ്മനി പാസാക്കിയ പുതിയ നിയമം. അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുന്നതിന് നടപ്പാക്കുന്ന നിയമ ഭേദഗതികളുടെ പരിസമാപ്തിയാണിത് എന്നാണ് ആഭ്യന്തരമന്ത്രി തോമസ് ഡി മെയ്സിയർ ഇതിനെ വിശേഷിപ്പിച്ചത്. അതേസമയം അഭയാർത്ഥികളായി രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്ക് മൗലിക അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന നിയമമാണിത് എന്ന് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ആരായിരിക്കും വിമർശിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തേക്കാണോ ജർമ്മനിയിലെ അഭയാർത്ഥികൾ വന്നിട്ടുള്ളത്, എവിടെ നിന്നാണോ, അവര് തന്നെ ആയിരിക്കും. ഇവര് ഓരോ രാജ്യത്തും വലിഞ്ഞു കയറി ചെന്ന് അവിടെയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ആ നാട് പൊറുതിമുട്ടി. ലോക ജനതയ്ക്ക് കാരുണ്യത്തിന്റെ ഹസ്തം നീട്ടിക്കൊടുക്കുന്ന രാജ്യമല്ലേ ജർമ്മനി. എത്രയോ ബില്യൺ യൂറോയാണ് ജർമ്മനി എന്ന രാജ്യവും അതിലെ കരിത്താസ് പോലെയുള്ള നിരവധി സംഘടനകളും ഓരോ വർഷവും ചിലവഴിക്കുന്നത്. അവർക്ക് ആകാശത്ത് നിന്ന് കിട്ടുന്ന പണമല്ല, മലദ്വാർ വഴി ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന ഗോൾഡ് വിറ്റ് കിട്ടുന്ന പണവുമല്ല, അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, സിറിയ, തുർക്കി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെയൊക്കെ നിന്നുള്ള അഭയാർത്ഥികളെ 2 കൈയും കൂട്ടി തുറന്ന മനസ്സോടെ അവരും ഭൂമിയുടെ അവകാശികളാണ് എന്ന അർത്ഥത്തിൽ അവരെ സ്വീകരിച്ച രാജ്യമല്ലേ ജർമ്മനി. ഇവർക്ക് അതിശൈത്യം താങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് ഓരോ കുടുംബത്തിനും വീട് വെച്ച് നൽകി. അതിൽ ഹീറ്റിംഗ് ഉപകരണങ്ങള്, ഭക്ഷണം, ജീവിക്കാനുള്ള പണം, ജോലി, ഭാഷ പഠിക്കാനുള്ള ഫ്രീ ട്യൂഷൻ സെന്ററുകൾ, കോച്ചിങ്ങുകള്, അവരുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള പഠനം, ഓരോ മാസവും ഒരു കുട്ടിക്ക് 400 യൂറോയും കൊടുത്ത് സംരക്ഷിക്കുന്ന രാജ്യമാണ് ജർമ്മനി. ഇതൊക്കെ സൗജന്യമായിട്ട് കിട്ടിയപ്പോൾ എല്ലിന്റെ ഇടയ്ക്ക് വറ്റുകുത്തി, എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കയറി. അപ്പോ ഇവരുടെ തനതായ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ജർമ്മനിയിലെ ബിബർച്ച് എന്ന സ്ഥലത്ത്, ബിബറാച്ച് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ, എന്ന പുരാതനമായ ഒരു നഗരമാണത്. അവിടെ സെന്റ് മാർട്ടിൻ ആൻഡ് മെരിയ എന്ന പേരില് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവാലയമുണ്ട്. AD 1300കളിലെ ആരംഭത്തിലാണ് ഈ പള്ളി പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ പള്ളിയിലാണ് പല ആളുകളും, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കത്തോലിക്കക്കാരുണ്ട്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരുണ്ട്, എല്ലാവരും അവരുടേതായിട്ടുള്ള ആരാധനകളും വിശുദ്ധ കുർബാനയും ഒക്കെ നടത്തുന്ന മനോഹരമായ ഒരു ദേവാലയം എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്രിസ്തു സ്നേഹമാണ് പഠിപ്പിച്ചതെന്നും അതേ മാതൃകയിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കണമെന്നുമുള്ള സന്ദേശമാണ് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഇവിടെ കുർബാന അർപ്പിക്കാൻ ചെയ്യുന്ന ആളുകളൊക്കെ കണ്ടത് പള്ളി പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ. ആ പള്ളിയുടെ ഭിത്തിയിലുണ്ട് അല്ലാഹു അക്ബർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു മുഴുവനും. വലിഞ്ഞു കയറി ചെന്ന അഭയാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും വാരിക്കോരി കൊടുത്തപ്പോൾ അതനുഭവിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് വരുന്ന ഇവര് കാണുന്നത് പള്ളിയുടെ ചുമരുകൾക്ക് മുഴുവനും അറബിയിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എങ്ങനിരിക്കും ജർമ്മനി? പിന്നെ എന്ത് ചെയ്യണം? ഇവരെ ചവിട്ടി പുറത്താക്കുകയല്ലാതെ
ഇവരെ വീണ്ടും അവിടെ നിർത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇനിയും ചെയ്ത് ജർമ്മനിയിലെ സാധാരണ ജനങ്ങളുടെ മനുഷ്യാവകാശത്തിനുമേൽ, മൗലികാവകാശത്തിനുമേൽ, ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കുമേൽ കത്തിവെക്കുന്ന ഇവരെ എന്ത് ചെയ്യണം? ഇവരെ മനുഷ്യരാണെന്ന് പറയാൻ പറ്റൂ? ഇവരെ എങ്ങനെയാ ചിന്തിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ആകെ ലൈംഗിക ചിന്ത മാത്രമേ ഉള്ളൂ. ഏത് മനുഷ്യനെ കണ്ടാലും, പെണ്ണാകട്ടെ ആണാകട്ടെ, അങ്ങനെ ഇന്ന് വിവേചനമൊന്നുമില്ല, കാര്യം നടന്നാൽ മതിയല്ലോ. ഇവർക്ക് ഈ ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവരുടെ തലച്ചോറിനകത്തേക്ക് കയറാത്തത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യണം? ഫ്രാൻസിന് ശേഷം പിന്നീട് പണി കിട്ടിയ ഒരു രാജ്യമാണ് ജർമ്മനി. ക്രിസ്മസ് ചന്തയിലേക്ക് ഭീകരർ ട്രക്ക് ഓടിച്ചു കയറ്റി. എന്തിന്? ആ ചന്തയിൽ വരുന്നത് ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്മസിന്റെ വിഭവങ്ങൾ വാങ്ങാനല്ലേ വരുന്നത്? കുറച്ച് ക്രിസ്ത്യാനികളെയെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ? ഈ സൗകര്യങ്ങളെല്ലാം ജർമ്മനി ഇവർക്ക് നൽകി. ജർമ്മനിയിലെ ഓരോ പൗരനും ഈ ജർമ്മനിയിലുള്ള അതേ മനുഷ്യാവകാശം തന്നെയായിരിക്കും ഈ അഭയാർത്ഥികളായി വന്ന ആളുകൾക്കും എന്ന് ജർമ്മനി മനസ്സിലാക്കി ഇവർക്ക് പൗരത്വവും കൂടി നൽകി. ചിലരങ്ങനെ. എൻ്റെ സഹോദരൻ പറയും, മക്കളെ ഞാൻ ചോദിക്കുന്നത് എന്തിങ്ങനെ അഹങ്കരിക്കുന്നത്? ഭയങ്കര സംസാരമാണ്. അപ്പോൾ മക്കളെ, 100 രൂപ കയ്യിലുള്ളപ്പോൾ അഹങ്കാരമല്ല, 1000 രൂപയുള്ളപ്പോൾ. 1000 ഉള്ളപ്പോഴുള്ള അഹങ്കാരമായിരിക്കില്ല 10,000 ഉള്ളപ്പോൾ. 10,000 ഉള്ളപ്പോൾ ഉള്ള അഹങ്കാരം ആയിരിക്കില്ലല്ലോ 1,00,000 കയ്യിൽ വരുമ്പോൾ. അപ്പൊ ഇക്കൊക്കെ എപ്പോഴും പറയും, പണം പിശാചാണ്. പണം നമ്മളെ അനാവശ്യമായിട്ടുള്ള പല രൂപത്തിലുള്ള അഹംഭാവ ചിന്തകൾക്കും വഴിയൊരുക്കും. ഇവരൊന്നുമില്ലാതെ ഉടുത്ത തുണിയോടെ ജീവൻ മാത്രം ബാക്കിയായി ഈ രാജ്യത്തേക്ക് കയറി വന്നവരാണ്. ഇവർക്ക് ഈ നാട്ടിലെല്ലാം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉപജീവനം നൽകിയ ഭക്ഷണവും പാർപ്പിടവും സംരക്ഷണവും വസ്ത്രവും സൗജന്യമായി ഓരോ വ്യക്തിക്കും ഓരോ മാസം 400 യൂറോയും നൽകി. ഈ നാട്ടിൽ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ നാടിന്റെ ഭാഷ പഠിക്കണ്ടേ? മക്കൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ജോലി വേണ്ടേ? എല്ലാം നൽകി. അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്നവരാണ് എന്ന ഒരു വേദന ഇവർക്ക് വേണ്ട. പൗരത്വവും നൽകി. അവരുടെ ജീവൻ എടുക്കാനാണ് ഇവരിപ്പോൾ ശ്രമിക്കുന്നത്. ക്രിസ്മസ് ചന്തയിലേക്ക് ഈ ഭീകരർ ട്രക്ക് ഓടിച്ചു കയറ്റി 12 പേര് പിടഞ്ഞു വീണു മരിച്ചു. സിറിയയിലെ അഭയാർത്ഥികളെ ഈ 2 കൈയും കൂട്ടി സ്വീകരിച്ച ജർമ്മനി ഒടുവിൽ മനസ്സിലാക്കി ഐസിസ് ആണ് ചെയ്തത്. പിറ്റേ ദിവസം തന്നെ ഐസിസുകാർ പ്രസ് മീറ്റ് നടത്തി പറഞ്ഞു, അതെ, ജർമ്മനിയിലെ ക്രിസ്മസ് ചന്തയിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റിയത് ഐസിസുകാരാണ്, വേറെ ആരും ഇനി അവകാശവാദവുമായിട്ട് വരണ്ട. എന്തോ ഒരു ഉഹുദുമല മറിച്ചിട്ടതുപോലെ, എന്തോ വലിയ ഒരു വിഷയം ചെയ്തതുപോലെയുള്ള പ്രതീതിയാണ് ഇവർക്ക്. ഇവരെ ചരിത്രം നന്ദി കെട്ടവർ എന്ന് എഴുതാതിരിക്കുമോ? വിധി എഴുതാതെ വിടുമോ ഇവരെ രാജ്യം? സിറിയൻ അഭയാർത്ഥികൾക്ക് കിടക്കാനിടം നൽകി, കുടിക്കാൻ വെള്ളം നൽകി, കഴിക്കാൻ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, പണം, പൗരത്വം എല്ലാം നൽകി. ജർമ്മനിയും നൽകി, ഹംഗറി, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, സ്ലോവാക്കിയ, ഒരുപാട് രാജ്യങ്ങൾ.
ആലോചിക്കണം. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായ ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. ഇവരാ രാജ്യത്തെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ സഹിക്കാൻ വയ്യാതെ എന്ത് നിലപാടെടുക്കണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് ഇന്ന് ഈ രാജ്യങ്ങളൊക്കെ. അവരെ മനുഷ്യരായി കണ്ടുപോയി. മനുഷ്യർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ അവർക്കും ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു പോയി. ആ ഒരു തെറ്റേ ഇത്തരം രാജ്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അഭയാർത്ഥികളെ സ്വീകരിക്കണം, പക്ഷേ പാത്രമറിഞ്ഞ് വിളമ്പണം എന്ന ഒരു ചൊല്ലില്ലേ? അറബ് മുസ്ലിങ്ങളെ അഭയാർത്ഥികളായി സ്വീകരിച്ച ജർമ്മനി ഇന്ന് സമാധാനത്തിന് വേണ്ടി കേണു നിലവിളിക്കുക. ആദ്യത്തെ 6 മാസം കൊണ്ട് 1,42,500 കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവർക്ക് അഭയം നൽകിയ രാജ്യത്ത് പോയിട്ടാണ്. അവരെ വലിച്ചു കയറ്റിയതാ സ്വന്തം രാജ്യം പോലും അവരെ അഭയം നൽകാതെ ചവിട്ടി പുറത്താക്കിയപ്പോൾ അവര് മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കി മനുഷ്യരുടേതായിട്ടുള്ള ചില അവകാശങ്ങൾ അവർക്കും ലഭിക്കണമല്ലോ എന്ന് ചിന്തിച്ച് മനുഷ്യാവകാശത്തിന് പ്രാധാന്യം നൽകിയത് കൊണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന സമത്വ ബോധത്തോടുകൂടി ജാതിയെയും മതത്തെയും മാറ്റി നിർത്തി ചിന്തിച്ചത് കൊണ്ട് ജർമ്മനിയിലെ വാട്സ്ബർഗില് ഒരു അഭയാർത്ഥി, ഒരു സിറിയൻ അഭയാർത്ഥി ഇറങ്ങി ഭീകരാക്രമണം നടത്തി. 3 പേരെ കൊന്നു. 10-ലേറെ ആളുകൾക്ക് പരിക്കേറ്റു. എന്തിനാണ് ആക്രമണം നടത്തിയത് എന്നറിയാമോ? ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചുള്ള സ്ത്രീകൾ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങിയല്ലേ ഞങ്ങളുടെ രാജ്യത്ത് നടക്കാൻ പാടുള്ളൂ. ഇവർ ഈ രാജ്യത്ത് ബിക്കിനി ഇട്ടുകൊണ്ട് നടക്കുന്നോ? ജെട്ടിയും പ്രായം ഇട്ടുകൊണ്ട് അവര് പുറത്തിറങ്ങുന്നോ? ഞങ്ങളുടെ നിയന്ത്രണം പോവില്ലേ? ഞങ്ങളുടെ കലപ്പ പിന്നെ എന്ത് ചെയ്യും? നീയൊക്കെ കൃഷിസ്ഥലങ്ങളല്ലേ പെണ്ണെ, നീയൊക്കെ അടങ്ങി അപ്പിക്കുപ്പായം ഇട്ട് വീട്ടിലിരുന്നാ പോരെ പെണ്ണെ? ഇവരേത് നിയമം കാരണമാണോ അവരുടെ മാതൃരാജ്യത്ത് നിന്ന് പുറത്തായത്, അതേ നിയമങ്ങൾ വലിഞ്ഞു കയറി വന്ന രാജ്യത്തും ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മ്യൂണിക് ആക്രമണം? മ്യൂണിക് ദുരന്തം എന്നാണ് ഇതിന് പറയുക. ഒരു 18 വയസ്സുകാരനായ ഇറാൻ പൗരന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ഭീകരത. സിറിയയിലെ ഐസിസ് ആഭ്യന്തര കലാപം നടത്തി. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ അന്ന് സ്വീകരിക്കാൻ തയ്യാറായ രാജ്യമാണ് ജർമ്മനി. സിറിയയിലെ ഐസിസുകാരാരാ? തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരാണ്. തലവെട്ടണം, കൈവെട്ടണം, കാല് വെട്ടണം എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവര് കാരണം സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായി പല രാജ്യത്തേക്കും വലിഞ്ഞു കയറേണ്ടി വന്നവരാരാ? സിറിയക്കാര് തന്നെ. എല്ലാ മുസ്ലിങ്ങളാണ് അഭയാർത്ഥികളായി മാറിയിട്ടുള്ളത്. അങ്ങനെ ഈ സിറിയയിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ ഐസിസുകാര് സൃഷ്ടിച്ചപ്പോൾ ജർമ്മനി അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി. എത്ര പേരെയാണ് ഏറ്റെടുത്തത് എന്നറിഞ്ഞാലാണ് ജർമ്മനിയുടെ മാനവികത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. 4,76,000 മനുഷ്യരെ അല്ല, കലാപകാരികളാകാൻ പോകുന്ന തീവ്രവാദികളെ പിന്നീടാണ് ജർമ്മനിക്ക് ഇത് മനസ്സിലായത്. അതുവരെ വിചാരിച്ചു ഈ 4,76,000 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ നമ്മുടെ ജന്മം സഫലമായല്ലോ, നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടായല്ലോ. അല്ലെങ്കിൽ അത്രയും മനുഷ്യരെയും ഐസിസുകാർ കൊല്ലും. അതുകൊണ്ട് അത്രയും പേർക്കും അഭയം നൽകി ജർമ്മനി.
ലോകം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഒരുപാട് രാജ്യങ്ങൾ ജർമ്മനിയോട് പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട, മിണ്ടല്ലേ, അവരും മനുഷ്യരാണ്. ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ഭീകരാക്രമണം നടന്നു ജർമ്മനിയില്. യൂറോപ്പിൽ നടന്നു. ഫ്രാൻസിലെ നീസിൽ ട്രക്ക് കയറ്റി കുറച്ച് ആളുകളുടെ ജീവൻ എടുത്തു. ജർമ്മനിയിൽ ഇതാ ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കിട്ടുന്നത് എന്തിനാ? എന്റെ സൃഷ്ടാവ് സന്തോഷിക്കാൻ. മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ അമർന്നിരിക്കുന്ന അള്ളാഹു ഓരോ കാഫിറുകളുടെ ജീവൻ പൊലിയുമ്പോഴും തട്ടഹസിക്കും, ചിരിക്കും, സന്തോഷിക്കും. ഈ ജീവൻ എടുത്തവനിൽ സംപ്രീതനാകും. 72 ഹൂറികളെ കിട്ടും. പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും കിട്ടും. മധ്യപ്പുഴയിൽ നീന്തി തുടിക്കാം. ആകെ ഇതാണൊരാശ്വാസം. ഇതിനു വേണ്ടിയാണല്ലോ ഇവർക്ക് അഭയം കൊടുത്തവരുടെ ജീവൻ എടുത്തത്. ഇതൊക്കെ ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ജൂതൻ കണ്ടുപിടിച്ച യന്ത്രങ്ങൾ വഴിയാണ്. ജൂതൻ കണ്ടുപിടിച്ച ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ജൂതരെ വെറുക്കുന്ന ആളുകൾ ജൂതനുണ്ടാക്കിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ. ആ മീഡിയകളിലൂടെ തന്നെയാണ് ജൂത വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാണ് ശരിയായ ജൂതന്മാർ? ലോകത്തിന് നന്മ ചെയ്യുന്നവർ. ജൂതനുണ്ടാക്കിയ എല്ലാ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും എല്ലാവരും ഉപയോഗിക്കുമല്ലേ. ഐസിസിൽ ചേരാൻ പോകുന്നത് ആരാ? ഈ ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. അവർ ഈ ലോകത്തിന് നൽകുന്ന സംഭാവനയും ജൂതന്മാർ ഈ ലോകത്തിന് നൽകുന്ന സംഭാവനയും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മതി. യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങൾ മാനവികത എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ജർമ്മനി എടുക്ക്, ബെൽജിയം എടുക്ക്, ഫ്രാൻസ് എടുക്ക്, അവിടെയൊക്കെ ഈ സമാധാന മതക്കാരായ മുറിയന്മാർ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്നത് കാരണം അവിടുത്തെ ജനത ജീവിക്കാൻ വയ്യാതെ പൊറുതിമുട്ടി. ഈ അഭയാർത്ഥികളാകുന്ന ഇവർ ആ രാജ്യത്ത് സമാധാനം നശിപ്പിക്കുകയായിരുന്നു. ജനങ്ങൾക്ക്, ആ രാജ്യത്തിന്റെ സന്തതികൾക്ക് നിർഭയമായി ജീവിക്കാൻ പൊതുസ്ഥലങ്ങളിൽ പോലും പോലീസിനെയും സൈന്യത്തെയും വിന്യസിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ആ രാജ്യത്തിലുണ്ടായി. അവർക്ക് കുറച്ച് മനുഷ്യത്വം കൂടി പോയി. മതേതരമായി ചിന്തിക്കാൻ അവർ തയ്യാറായി. അതുകൊണ്ട് ഗതികേടിന്റെ ആവലും കഞ്ഞിയുമായിരിക്കുവാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പൊറുതി മുട്ടിയിരിക്കുന്നു. പിന്നെ അവരെന്ത് ചെയ്യണം? ഇവരെയൊക്കെ ചെവിക്ക് പിടിച്ച് കട്ടക്ക് പുറത്ത് എന്ന് പറയുകയല്ലാതെ. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യാത്തത്? അവർക്ക് സമാധാനം വേണം. അവർക്ക് സമാധാനം വേണം. ഹംഗറി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഇവരൊക്കെ ഇന്ന് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക. യൂറോപ്പിന്റെ ഇസ്ലാമികവൽക്കരണം എന്ന രഹസ്യ അജണ്ടയിൽ മാത്രം കുടിയേറുന്ന സമാധാന മതക്കാരായ ഈ കൊള്ളക്കാരെ സ്വീകരിക്കാത്തിടത്തോളം ഏത് രാജ്യത്തിനും സമാധാനം ഉണ്ടാകും. ഏതെങ്കിലും ഒരു മതത്തോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. വലിഞ്ഞു കയറുന്ന രാജ്യങ്ങളിലൊക്കെ ഇവർ ഇവരുടെ മതനിയമം പാസാക്കാൻ ശ്രമിക്കുവാണ്. പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരുന്ന രാജ്യത്തോടൊക്കെ എന്തൊരു അമർഷവും വെറുപ്പുമായിരുന്നു കേരളത്തിലെ ഹമാസ് ഘടകങ്ങൾക്ക്. അവരെ കൈനീട്ടി സ്വീകരിച്ച ജർമ്മനിയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഇവർക്കൊക്കെ പരിതപിക്കുന്നുണ്ടോ ഇവരാരെങ്കിലും? എന്തേ ഇവരോട് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അനുഭാവം പ്രകടിപ്പിക്കാത്തത്? 18-ാം നൂറ്റാണ്ട് മുതല് ബ്രിട്ടീഷ് ഗവൺമെന്റ് ബർമയിലെ തോട്ടപ്പണിക്ക് കൊണ്ടുപോയ ബംഗ്ലാദേശികളായ റോഹിംഗ്യൻസ്, ബർമൻ ഭരണകൂടം അവരെ പടിയടച്ച് പിണ്ടം വെച്ചു. ബോട്ടുകളിലൂടെ ഇപ്പോ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് കയറാൻ വേണ്ടിയിട്ട് ചുറ്റിയടിക്കുക. ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൂട്ടമായിട്ട് എത്തിയ അവരെ സംസ്ഥാന ഭരണകൂടങ്ങൾ നല്ല രൂപത്തിൽ സ്വീകരിച്ചു. ഇന്ന്
റോഹിംഗ്യ ഉൾപ്പെടെയുള്ള അഭയാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്നും അവരെ പുറന്തള്ളണമെന്നുമാണ് ഇന്ത്യൻ ഭരണകൂടം വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ കനിവിന് വേണ്ടി അവർ കാത്തിരിക്കുവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങളെ ഒന്ന് കേറ്റുമോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ ഒന്ന് സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ ഒരു ഇടമെങ്കിലും തരുമോ എന്നിവര് കീണ് നിലവിളിക്കാൻ എന്താണ് കാരണം? ഇവരുടെ ചെയ്തികൾ. ഇപ്പോ ഫ്രാൻസ് കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത കലാപത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസ് മദ്രസകൾ അടച്ചു പൂട്ടാൻ തീരുമാനിച്ചത്, പള്ളികൾ അടച്ചു പൂട്ടണം എന്ന് നിഷ്കർഷിച്ചത്. ഒറ്റ മുറിയനും ഇനി പുറത്തിറങ്ങിപ്പോകരുത്. സകലമാന മുറിയന്മാർക്കും പ്രത്യേകം നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അത് പാലിക്കാൻ കഴിയുന്നവര് മാത്രം ഈ രാജ്യത്ത് മതി, അല്ലെങ്കിൽ പോയിക്കോ വന്നിടത്തേക്ക്. മനുഷ്യത്വത്തിന്റെ പേരിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇവരെ ആട്ടിപ്പായിച്ച സമയത്ത് ഇവര് മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് പിറന്ന നാട്ടിൽ നിന്നും പുറത്തായ ഇവരെ, കണ്ണീരും കയ്യുമായി പൈതലുകളുമായി കയറി വന്ന ഇവരെ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും കിടപ്പാടവും ശമ്പളവും ജോലിയും പഠനവും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഒക്കെ നൽകി സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ ഫ്രാൻസ്, ഒടുവിൽ ഫ്രാൻസിന്റെ തലയെടുക്കാൻ ഇവര് വാളോങ്ങി. 17 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. എന്തിനായിരുന്നു? കാറോടിച്ച് കയറ്റി ഒരുപാട് നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുത്തു. ഒരു 18കാരൻ സ്വന്തം അധ്യാപകന്റെ തല അറുത്തെടുത്തു. എന്തൊക്കെ രൂപത്തിലുള്ള സംഘർഷങ്ങളാണ് ഇവർ ആ രാജ്യത്ത് കാണിച്ചു കൂട്ടിയത്. എന്നിട്ട് ഇവർ അതിന്റെ പേരിൽ കലാപം അഴിച്ചു വിട്ടു. ഫ്രാൻസില് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് കൂടി വിനയാണ് നമ്മുടെ പ്രവൃത്തി എന്ന് ഇവർ ചിന്തിക്കണമായിരുന്നു. ഒടുവിൽ ഇവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനും ഇവരെ ചവിട്ടിയ രാജ്യത്ത് നിന്ന് പുറത്താക്കാനും ഇമ്മാനുവൽ മാക്രോൺ നിർബന്ധിതനായി. കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബമടക്കം സംയമനം പാലിക്കണമെന്ന് ഫ്രാൻസ് ഉത്തരവിട്ടു. കാരണം അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. തീവ്രവാദ സ്വഭാവവുമായി അഭയാർത്ഥി വേഷമിട്ട് ഫ്രാൻസിലേക്ക് കടന്നുകൂടി അവരുടെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ച ഈ തീവ്രവാദികളെ ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊല്ലുകയല്ലാതെ മാർഗമില്ല എന്ന് ഫ്രാൻസ് അവരോട് പറഞ്ഞു. അനധികൃതമായ സ്പീഡില് സഞ്ചരിക്കാൻ ഒരു വണ്ടി പോലീസ് കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. അപ്പോൾ ആ വണ്ടിക്കകത്ത് എന്താണ് എന്ന് അവർ മനസ്സിലാക്കി പിന്നാലെ പോയി. ഒടുവിൽ അക്രമാസക്തനായ അവരെ പോലീസിന് നേരെ നിറയൊഴിച്ചപ്പോൾ ആ യുവാവിനെ പോലീസിന് തിരിച്ച് നിറയൊഴിക്കേണ്ടി വന്നു. അഭയാർത്ഥികളായി കുടിയേറിയ ആളുകൾക്ക് അവരുടെ മതനിയമം ആ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്? ഫ്രാൻസിൽ ഭീകരമായ അന്തരീക്ഷം അവർ സൃഷ്ടിക്കുന്നത് ഫ്രാൻസിനെ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഇവര് പൊതുവായ ശല്യമാണ്. ഇവര് രാജ്യത്തിനു മുഴുവനും തലവേദനയാണ്. പൊതുവെ ശാന്തശീലരായ ഫ്രഞ്ച് നിവാസികൾ വരെ ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഫ്രഞ്ച് നിവാസികൾ സമാനതകളില്ലാത്ത രൂപത്തിൽ തെരുവിലിറങ്ങി സമരം ചെയ്യുവാണ് സർക്കാരിനെതിരെ. ഇവരെ ഓടിച്ചു വിടണമെന്ന്. ആ വെടിവെച്ച യുവാവിന് വേണ്ടി, കൊല്ലപ്പെട്ട യുവാവുണ്ടല്ലോ, അവന് വേണ്ടി 8 കോടിയിലധികം രൂപ അവരവിടെ സമാഹരിച്ചു. അഭയം തന്ന ആളുകളെ എങ്ങനെ എതിർപക്ഷത്താക്കാം എന്നവര് ചിന്തിക്കുക. ഫ്രാൻസും ജർമ്മനിയും ഒക്കെയുള്ള രാജ്യങ്ങളെ എങ്ങനെ തകർത്ത് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാം. മനുഷ്യന്റെ സാഹോദര്യമാണ് വലുതെന്നും സ്നേഹവും സഹവർത്തിത്വവുമാണ് വലുതെന്നും മതം തിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുക. ഇന്ത്യയുടെ ഭാവിയും ഇതേ രൂപത്തിലാകും എന്നാണ് ഞാനൊക്കെ ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതഗ്രന്ഥത്തിന്റെ വിഷം ഇത്രമാത്രം മാരകമാണെന്നും ആ രൂപത്തിൽ നമ്മുടെ രാജ്യത്തൊരു മതഭരണ അന്തരീക്ഷം വന്നാൽ ആ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണെന്നും ഇത്തരം ചരിത്രങ്ങളുടെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. ഇവര് മതരാജ്യമാക്കി കഴിഞ്ഞാൽ
ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ. അതല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് വെറുപ്പുണ്ടായിട്ടല്ല. ഒഡീഷയിൽ വെച്ച് നടന്ന ഒരു ട്രെയിൻ അപകടം, 86 മൃതദേഹങ്ങൾ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല ഇതുവരെ. മോർച്ചറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുക. അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി കേരളം പോലെയുള്ള ഇതര സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്കായിട്ട് വരുന്ന ആളുകളാകാം ഇവരെന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ഇവരെ പോലെയുള്ള അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ നാട്ടിൽ വളർന്നു വരും. അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുക. ഇവരുടെ രാഷ്ട്രീയ താല്പര്യം, ഇവരുടെ മത താല്പര്യം എന്താണ് എന്ന് നമ്മുടെ നാടിൽ നിന്ന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നത്. സുഡാന്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ടായി? ഗൗരവത്തോടെ ചിന്തിക്കണം ഇതൊക്കെ. ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, UK, ലണ്ടൻ, ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഇതിനേക്കാൾ ഭയാനകമായിരിക്കും ഭാവിയിലും. സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി മുറിയന്മാരെ വലിച്ചു കയറ്റി അവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും കൊടുത്തപ്പോൾ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഡാനിൽ അഭയാർത്ഥികളെ സൃഷ്ടിച്ചതാരാ? ആഭ്യന്തര കലാപമുണ്ടാക്കിയതാരാ? തീവ്ര ഇസ്ലാമിന്റെ തന്ത്രപരമായ നീക്കമാണ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിച്ച ഇത്തരം രാജ്യങ്ങളിലേക്ക് ഈ അഭയാർത്ഥികളെ കയറ്റിവിട്ടതും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അഭയം കൊടുത്ത രാജ്യം നിന്ന് ചക്രശ്വാസം വലിക്കുന്നതും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് ജർമ്മനി പറഞ്ഞില്ലേ 2021. ജർമ്മനി 202 അഫ്ഗാനികൾ ഉൾപ്പെടെ 500 പേരെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നത് ജർമ്മനിയിലേക്ക് 2021. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികളെ ഉൾക്കൊള്ളാൻ തയ്യാറെടുക്കുമായിരുന്നു ജർമ്മനി 2021. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ ഈ സംസ്ഥാനത്തില് താലിബാൻ ഭരണം പിടിച്ചു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 1800 പേരെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്ന് ജർമ്മനി പറഞ്ഞു. ഇന്ന് ആ 2021 500 പേരെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ജർമ്മനി ഇന്ന് ലക്ഷക്കണക്കിന് ഈ അഭയാർത്ഥികളെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. ഈ 4 വർഷം അവരാ രാജ്യത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് ഇനി മുറിയന്മാർ ഞങ്ങൾക്ക് വേണ്ട എന്നവര് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? മനസ്സിലായോ? ഇവരുടെ സ്വത്വബോധം, ഇവരുടെ മതഗ്രന്ഥം, മദ്രസകളിലൂടെ ഉൽപ്പാദിപ്പിച്ച സംസ്കാരം, അതാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റൂ, ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. അയ്യോ, നമുക്ക് അവർ അഭയം തന്നവരല്ലേ, ഇവരിൽ നിന്നും ഒരു നന്ദി എന്നല്ല, ഒരു പുനർവിചിന്തനം പോലും ചിന്തിക്കണ്ട. ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമാണ് ഈ ചതി. ഇത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ഞെട്ടലാണ് വരുന്നത്. ഇന്ത്യയും ഒരുപാട് അഭയാർത്ഥികളെ സ്വീകരിച്ച് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി മതിയാകും. കേരളത്തിൽ ഇവരെ കുറച്ചുകൂടി ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇന്ന് കേരളത്തിന് ഇല്ലാതെ പോയത് ഇവിടുത്തെ കപട രാഷ്ട്രീയക്കാരുടെ ഇസ്ലാം മത പ്രീണനം കാരണമാണ്. ഇവരിത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് താമസിക്കും. പിന്നെ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ കഴിയില്ല, ഉറങ്ങുന്നവനെ ഉണർത്താം. കാര്യങ്ങൾ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. നല്ലൊരു വിഭാഗം ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ വന്നിട്ടുണ്ട്. അവര് ചിന്തിക്കുന്ന നല്ല ഒരു വിഭാഗത്തിലേക്കായി മാറിയിട്ടുണ്ട്.
അവര് ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല. ജർമ്മനിയും ഫ്രാൻസും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവരന്ന് കയറി നമ്മുടെ രാജ്യത്തേക്ക് വന്നത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ ഇന്നവർ ജർമ്മനിയുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാകാത്തവരാണ് തെറിവിളിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇവരുടെ സ്വഭാവം കാണിക്കാതിരിക്കോ? പാകിസ്ഥാനികൾ അഫ്ഗാനികളെ പുറത്താക്കിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവിടെയും അക്രമം അഴിച്ചുവിട്ടു. ആ സമയത്തില്ലാത്ത വേദന ജർമ്മനിയും ഫ്രാൻസും സ്വീഡനും നോർവേയും മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഒക്കെ കാക്കമാരെ പുറത്താക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ? തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്കേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കും. ഒരു പക്ഷേ മുറിയന്മാർക്ക് ഇത് ദഹിക്കണമെന്നില്ല, അവർക്ക് വേണ്ടിയല്ല പറയുന്നത്. വെളിവുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ശുഭരാത്രി.